എങ്ങനെയുണ്ട് പടം? നല്ല ഇടിവെട്ട് പടമാ സാറേ. തകർത്ത് പൊളിച്ചു, ഒന്നും പറയാനില്ല. എന്നാ കഥയും മ്യൂസിക് നടന്നറിയോ? ഡയറക്ഷൻ സൂപ്പർ ആയിട്ടുണ്ട്. കൊള്ളാം, സന്തോഷമായി, നല്ല രസമുണ്ടായിരുന്നു ഓവറോൾ കാണാനായിട്ട്. നല്ലൊരു മൂവിയാണ്. തമ്പുരാൻ ഒരു ത്രയംബകം ഓടിക്കാൻ തയ്യാറായി നിൽക്കുക. അപ്പൊ വെക്കടാ വെടി ഹിറ്റായോ? കൊള്ളാം, ഹിറ്റ് ആയോന്നോ? ബമ്പറാ സാറേ. ഇതൊരു മൾട്ടി സ്റ്റാർ പടമായിട്ട് ലേബലി വരുമ്പം ജനങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. സച്ചിൻ നല്ല മൂഡിലല്ലെന്ന് തോന്നുന്നു. എനിക്കെന്താണ് നമുക്ക് പിന്നെ സംസാരിക്കാം. പടം വട്ടത്തിലും നീളത്തിലും പോയി. എന്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? നാട്ടുകാർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലല്ല. ഇവർ രണ്ടുപേരും വരുമ്പോ അതിന്റേതായ മാസം നമ്മൾ എക്സ്പെക്ട് ചെയ്യും. അതില്ല. ക്ലൈമാക്സ് എത്തുമ്പോഴാണ് ഞാൻ കാണുമ്പോ പടം ഹിറ്റ് ആയിരുന്നല്ലോ. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. മോഹൻലാൽ എന്തിനാണ് ശരിക്കും വന്നേന്ന് തോന്നിപ്പോയി. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ പേട്രിയറ്റ് പല സിനിമകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ്. അങ്ങനെയുണ്ട് പ്രതീക്ഷകള്? ഒരു പ്രതീക്ഷയില്ല, അത് നമ്മൾ ചെയ്തു, അത് കഴിഞ്ഞു. അപ്പൊ പുരിയില്ല, ഇപ്പൊ പുരിയത്. ഹാലേട്ടനെ പറ്റിച്ചതാ എനിക്ക് തോന്നുന്നു. ഞാൻ എന്റെ പ്രതീക്ഷയല്ല, ഞാൻ എന്റെ ജോലി കഴിഞ്ഞു അല്ലെ, അങ്ങനെയാണല്ലോ. ഒരു വട്ടം കൂടി ഞാൻ തിയേറ്ററിൽ പോയിട്ട് പടം കാണുമെന്ന് ചോദിച്ചാൽ ഇല്ല. ஃபர்ஸ்ட் லுக் நல்லா இருக்கு, ட்ரெய்லர் நல்லா இருக்குன்னு கூட்டு வந்தானே. நான் தான் சொன்னனே நல்லா இருக்காது. என்ன நம்புறியாடா? ഫൈറ്റ് സീൻസ് എല്ലാം കിടുവാണ്, എല്ലാം ഗംഭീരം. വിഷ്വൽ ട്രീറ്റ്, മഹേഷ് നാരായണൻ സ്റ്റഫ്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ആക്ഷൻ ഒക്കെ ഉണ്ട്, എന്നാലും ഒരു പ്രതീക്ഷ അത്ര വന്നില്ല. തീരുമാനമായി. പാട്രിയറ്റ് എന്ന സിനിമ നല്ല, ഇത് പെട്ടി ഓട്ടോറിക്ഷ എന്നൊരു സിനിമയായിട്ടാണ് വന്നത്. ഇത്രയും വൃത്തികെട്ട ഒരു പടമാണ് വർമ്മയുടെ വരവ് എന്നും പറഞ്ഞ് പടച്ചു വെച്ചിരിക്കുന്നത്. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് പക്കാലാഗ്. ഉറങ്ങണോ വേണ്ടേ? കാരണം ഇതിനു മുമ്പ് ഞാൻ ഇനി ഉറങ്ങിയിട്ടാണ് റിവ്യൂ പറഞ്ഞതെന്ന് പറയും. താനൂർക്ക് ചക്ക തിന്നാൻ പോയതാ. ചക്കൊന്നും ഇപ്പോ പഴയ മാതിരില്ല. ഒരു കണ്ടന്റ് ഓറിയന്റഡ് ക്ലാസ് പടമാണോ? അതെ, കുറെ കാര്യങ്ങൾ എക്സ്ട്രാ നമുക്ക് ലൈക്ക് ഇപ്പോഴത്തെ സമൂഹമായിട്ട് വരുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. കഥാദാരിദ്ര്യമുള്ള ഈ കാലത്ത് കഥാപ്രാധാന്യമുള്ള ഒരു സിനിമ വരുമ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യല്ലേ വേണ്ടത്. ആക്ടേഴ്സ്, ആക്ടിങ്, നമുക്ക് ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, ദർശനയുണ്ട്, നമുക്ക് രേവതിയുണ്ട്, നയൻതാരയുണ്ട്. തീയാണ് പാട്ട്, തീയാണ് സ്ക്രിപ്റ്റ്, തീയാണ് ഡയറക്ടർ, തീയാണ് ഇതിന്റെ ക്രൂ. പക്ഷെ പടം ഇടിത്തി പോലെ എനിക്ക് അവസാനക്കായപ്പോഴേക്കും അയ്യോ ഇതെന്തൊരു നിർഗുണ സിനിമയാണ്. അതായത് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ മോശം. നമ്മളൊരു സ്കെയിൽ ഇങ്ങനെ പോണ്ടേ. ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗമുള്ളൂ. എന്നതാ ഈ ഇഷ്യൂ നീ തന്നെ അങ്ങ് കൈകാര്യം ചെയ്തോ. ഇതിലാരാണ് ശരിക്കും ഹീറോ? പാട്ട്, ഡാൻസ്, ഫൈറ്റ്, ഇപ്പൊ ഒരു ഡയലോഗ് ഒക്കെ ഉള്ള ആള് ചാക്കോച്ചനാ. അതിന്റെ ഗമ നിനക്കിരിക്കട്ടെ, അത് കഴിഞ്ഞിരിക്കട്ടെ. ആ ഗമ ആശാ തന്നെ വെച്ചോ. മോഹൻലാലിന്റെ എല്ലാം നല്ല കിടിലായിട്ടാണ് ചെയ്തത്. മമ്മൂട്ടിയോ? മമ്മൂട്ടി നല്ല കിടിലായിട്ടായത്. പ്രശ്നം എന്താണ്? ഇത് കഥയുടെ ഒരു ഇതുണ്ട്. സ്ക്രിപ്റ്റ് പോരാ, സ്ക്രിപ്റ്റും വിലയില്ല, മുഹൂർത്തമില്ല. എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. പോകുന്ന പോക്ക് കണ്ടില്ലേ CPU കമ്പ്യൂട്ടറിന്റെ